എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ പറഞ്ഞതുപോലെ ഉത്തരകാണ്ഡത്തിനെ പറ്റിയും അതുപോലെ തന്നെ കുംഭകർണന്റെ നീതിവാക്യം എന്നുള്ള ഭാഗം കുറച്ച് ഒന്ന് അനുസ്മരിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണയായി കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും രാമായണം വായിക്കാറുണ്ട്. ആ രാമായണം വായിക്കുന്ന സമയത്ത് സാധാരണയായി നമ്മൾ ഉത്തരകാണ്ഡം വായിക്കാറില്ല. അതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉത്തരകാണ്ഡത്തിലുള്ള ഭാഗങ്ങളൊന്നും നമ്മളെ അത്ര സന്തോഷിപ്പിക്കുന്ന ഒന്നുമല്ല. സീതാദേവി കാട്ടിലേക്ക് അയക്കപ്പെടുന്നത്, അതുപോലെ ലക്ഷ്മണൻ സരയുവിലേക്ക് പോകുന്നത്, ശ്രീരാമനും കൂട്ടരും സരയുവിലേക്ക് പോകുന്നത്, ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പട്ടാഭിഷേകം അങ്ങ് വായിച്ച് നിർത്തും. അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. രാമായണത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഉത്തരകാണ്ഡത്തിൽ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വായിക്കാത്തടത്തോളം കാലം നമുക്ക് അതിനു മുമ്പുള്ള രാമായണം വായിക്കുമ്പോൾ ധാരാളം സംശയങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ സംശയങ്ങളുടെ പലതിന്റെ ഉത്തരം ഉത്തരകാണ്ഡത്തിലാണ് കിടക്കുക. ഇനി ഒരു കാര്യം കൂടി നോക്കിയാൽ വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. കിളിപ്പാട്ട് രാമായണം എടുത്താലോ ഏകദേശം 4,200 ശ്ലോകങ്ങൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കുക. 24,000 ശ്ലോകങ്ങൾ വാൽമീകി രാമായണം, 4,200 അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അപ്പോൾ അധ്യാത്മ രാമായണത്തിലേക്ക് വന്നപ്പോൾ അതൊരിക്കലും മോശമാണെന്നല്ല. ഇത്രമാത്രം സംസ്കൃത പണ്ഡിതനായിട്ടുള്ള എഴുത്തച്ഛൻ എഴുതിയതാണ്. പക്ഷേ 24,000-ൽ നിന്നും 4,200-ലേക്ക് വന്നപ്പോൾ വളരെയധികം ഭാഗങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകളയേണ്ടതായിട്ട് വന്നു. നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് കിളിപ്പാട്ട് രാമായണമാണ്. അതുകൊണ്ടാണ് നമുക്ക് സംശയങ്ങൾ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് ഈ അടുത്ത കാലത്തായി ഞാൻ എല്ലാവരോടും പറയും, കൂടുതലായി ഇനി കിളിപ്പാട്ട് രാമായണമാണ് വായിക്കുന്നതെങ്കിൽ പോലും പദ്യത്തിന് പകരം ഗദ്യം വായിക്കുക എന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് രാമായണ മാസമാകുമ്പോഴാണ് പൊതുവെ നമ്മളെല്ലാവരും രാമായണം തുറക്കാറുള്ളത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കാണ് ഭഗവാനെ ദിവസം ഇങ്ങനെ പോവാണല്ലോ, ഇനി ഈ 31 ആവുമ്പോഴേക്കും പട്ടാഭിഷേകമൊക്കെ നടത്തണമല്ലോ എന്ന് വിചാരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഓരോരുത്തരുടെ രാമൻ ഓരോ അവസ്ഥയിലായിരിക്കും. ചിലരുടെ കാട്ടിലേക്ക് പോകുന്നേ ഉണ്ടായിരിക്കും, ചിലരുടെ വിരാധനെ വധിച്ചിട്ടുണ്ടായിരിക്കും, ചിലരുടെ രാമൻ എന്താ പറയാ സീതയെ തട്ടിക്കൊണ്ട് പോയതിന്റെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരിക്കും. ഇങ്ങനെയായിരിക്കും. 31 ആകുമ്പോഴേക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഓടിച്ചിട്ട് പട്ടാഭിഷേകം നടത്തും. ഇങ്ങനെ രാമായണം വായിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പാൽപ്പായസം നമ്മൾ മടപടാ കുടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നല്ലതുപോലെ നുണഞ്ഞ് സ്വാദ് ആസ്വദിച്ച് കുടിക്കണം. ഇതുപോലെ വേണം രാമായണവും വായിക്കാൻ. മാത്രമല്ല, പദ്യം വായിക്കുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെ അങ്ങ് വായിച്ചു പോകും, അർത്ഥത്തിലേക്ക് മനസ്സ് വരില്ല. അതിന് കാരണം എഴുത്തച്ഛൻ സംസ്കൃത പണ്ഡിതനായതുകൊണ്ട് ധാരാളം സംസ്കൃത പദങ്ങളും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്കൃതം അത്ര അറിയാൻ പാടില്ലാത്തവർക്ക് കിളിപ്പാട്ട് രാമായണത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാമായണം നമുക്ക് മനസ്സിലായി, രാമനെ നാം നെഞ്ചോട് ചേർത്തു എന്ന് പറയണമെങ്കിൽ രാമായണം ശരിക്കും നമുക്ക് മനസ്സിലാകണം. ഇതൊരു പൂർണ്ണതയുടെ ഭാവത്തിലല്ല പറയുന്നത്. പൂർണ്ണമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഒരു പരിധി വരെ രാമായണം നമുക്ക് മനസ്സിലായി എന്ന് പറയണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നുകിൽ കിളിപ്പാട്ട് രാമായണത്തിന്റെ ഗദ്യം വാങ്ങിക്കുക. ചിലടത്ത് പദ്യവും ഗദ്യവും ഒരു സൈഡിൽ തന്നെ ഉള്ളതുണ്ട്. എന്നിട്ട് ഈ കർക്കിടക മാസത്തിൽ തന്നെ രാമായണം വായിക്കണമെന്നില്ല. കർക്കിടക മാസം നമ്മളുടെ നാട്ടില് മഴക്കാലാണ്. ആ സമയത്ത് പണ്ട് കാലത്ത് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടില് സുഖഭോഗികളായിട്ട് കഴിഞ്ഞു കൂടാതിരിക്കാൻ ഈശ്വരനാമം ജപിച്ചൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ആചാര്യന്മാരുണ്ടാക്കിയ ഒരു ചിട്ടയാണ്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം? ഈ ചിങ്ങ 1-ന് മുമ്പായിട്ട് ഗദ്യത്തിലുള്ള രാമായണം ഒന്ന് വാങ്ങിക്കുക. കിളിപ്പാട്ട് രാമായണം ആണെങ്കിലും മതി. ഇനി അതല്ല, വാൽമീകി രാമായണം ആണെങ്കിൽ 24,000 ശ്ലോകങ്ങളാണ്. അതിന്റെയും മലയാളത്തിൽ ഡോക്ടർ ലീലാവതി ടീച്ചറിന്റെ ഒക്കെ ഉണ്ട്.
അത് പക്ഷേ വളരെയധികം ആഴത്തില് നമ്മൾ കാണാത്ത പല ലോകങ്ങളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് വാൽമീകി രാമായണം. ഇനി കിളിപ്പാട്ട് രാമായണമാണ് കൂടുതൽ ലഭിക്കാൻ സാധ്യത എങ്കിൽ അത് വാങ്ങിക്കുക, ചിങ്ങ 1 തൊട്ട് വായിക്കാൻ തുടങ്ങുക. ആ ചിങ്ങ 1 തൊട്ട് എങ്ങനെയാണ്? ഒരു പാരഗ്രാഫോ 2 പാരഗ്രാഫോ വായിക്കുക. പക്ഷെ ഇവിടെ ഗദ്യമായതുകൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗദ്യമായതുകൊണ്ട് നമുക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അടുത്ത പാരഗ്രാഫ് വായിക്കാൻ തോന്നും, അതിന്റെ ബാക്കി അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും. അത് വായിക്കുമ്പോൾ അതിന്റെ അടുത്തതിലേക്ക് പോകാനുള്ള താല്പര്യം തോന്നും. അങ്ങനെ 1 വർഷം കൊണ്ടോ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കർക്കിടകം 31 32 ചിലപ്പോ വരും. അതുകൊണ്ട് വായിച്ചു തീർത്താൽ മതി. അപ്പോഴാണ് ഇത്രയൊക്കെ കാര്യങ്ങള് എഴുത്തച്ഛൻ ഈ രാമായണത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നുക. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് രാമായണം വായിക്കുക എന്ന് പറഞ്ഞാല് പദ്യത്തിലുള്ള രാമായണം വായിച്ചാലേ തൃപ്തിയാകത്തുള്ളൂ. ഈ രാമായണം വായിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ അത് മാത്രമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു. അത് ഗദ്യത്തിലായിരുന്നോ പദ്യത്തിലായിരുന്നോ? എങ്ങനെയായിരിക്കും ഉപദേശിച്ചിരിക്കുക? കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ഗദ്യത്തിലായിരുന്നു ഉപദേശിച്ചത്. പിന്നീട് മഹാഭാരതം എഴുതിയപ്പോൾ മഹാഭാരതം എങ്ങനെയാ വ്യാസഭഗവാൻ എഴുതിയത്? ഗദ്യമായിട്ടല്ലേ എഴുതിയത്, പദ്യമായിട്ടാണ് എഴുതിയത്. അപ്പോൾ അതിലെ ആശയങ്ങൾക്ക് ഒരു ചോർച്ചയും ഉണ്ടാകാതെ ഭഗവാൻ പറഞ്ഞ അതേ കാര്യങ്ങളെ പദ്യത്തിലാക്കി മഹാഭാരതത്തിൽ ഉൾക്കൊള്ളിച്ചു. പക്ഷെ നമ്മുടെ മനസ്സിൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പദ്യത്തിൽ ചൊല്ലുന്നതല്ലേ. പക്ഷേ പദ്യത്തിൽ ചൊല്ലിയാലും ഗദ്യത്തിൽ ചൊല്ലിയാലും അത് ഭഗവത്ഗീതയാണ്. ഇതുപോലെ തന്നെ രാമായണം എങ്ങനെ ചൊല്ലാം? നമുക്ക് പദ്യത്തിൽ ചൊല്ലാം, ഗദ്യത്തിൽ വായിക്കുകയും ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് രാമായണത്തിനെ കൂടുതൽ അറിയാൻ സാധിക്കൂ. സാധാരണ ഉത്തരകാണ്ഡത്തിലേക്ക് നമ്മൾ അധികം കടക്കാറില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഉത്തര രാമായണം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് അതിലെ എടുത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉത്തര രാമായണത്തിൽ അല്ലെങ്കിൽ ഉത്തരകാണ്ഡത്തിൽ വാൽമീകി രാമായണം നോക്കുകയാണെങ്കിൽ 111 സർഗങ്ങളാണ് ഉള്ളത്. അതില് 110 സർഗം വരെ രാമായണത്തിന്റെ ചരിതങ്ങളാണ്. സർഗം എന്ന് പറഞ്ഞാല് രാമായണത്തിൽ കാണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കാണ്ഡത്തിനുള്ളിലെല്ലാം സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ സബ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന പേരാണ് സർഗം. അപ്പൊ ഇവിടെ 111 സർഗമുണ്ട്, ഫലശ്രുതി ഉൾപ്പെടെ. അതില് 110 അധ്യായങ്ങൾ രാമായണത്തിലെ ചരിതവും 111 അധ്യായം ഫലശ്രുതിയുമാണ്. ഈ രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫലം? ആ ഫലശ്രുതിയാണ്. ആ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫലശ്രുതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഈ രാമായണം പാരായണം ചെയ്യണം എന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമതല്ല, അതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന്, ശ്രാദ്ധ ദിനങ്ങളിൽ രാമായണം പാരായണം ചെയ്യണം. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ, ഈ മരിക്കുന്ന വീട്ടിൽ, മരിച്ച ആളുള്ള വീട്ടിൽ പലപ്പോഴും അവിടെ രാമായണം പാരായണം ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ രാമായണം മാത്രമേ ഇവിടെ വെക്കാവുള്ളൂ, വിഷ്ണു സഹസ്രനാമം വെച്ചാൽ എന്താ കുഴപ്പം, ലളിതാ സഹസ്രനാമം വെച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിഷ്ണു സഹസ്രനാമം കൂടുതലായിട്ട് മോക്ഷത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണെങ്കിൽ ലളിതാ സഹസ്രനാമം മോക്ഷത്തിനെയും അതോടൊപ്പം ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങളെയും സാധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതലായും അങ്ങനെയുള്ള സമയങ്ങളിൽ ലളിതാ സഹസ്രനാമം വെക്കാത്തത്. വിഷ്ണു സഹസ്രനാമം അവിടെ വെക്കുന്നത് മരിക്കുന്ന ആളുടെ മുന്നില്, മരിക്കാൻ പോകുന്ന ആളുടെ മുന്നില് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഈ വിഷ്ണു സഹസ്രനാമം ആര് ചൊല്ലിയതാണ്? മോക്ഷം കാത്തു കിടക്കുന്ന ഭീഷ്മരാണ് യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിന് ഉചിതമായിട്ടുള്ളത് ഏതാണോ അത് പറയുന്നു. ഇവിടെ പറയുകയാണ്, ശ്രാദ്ധ ദിനങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്നത് ഉചിതമാണ്. ഇന്നും ഈ ഒരു ചിട്ട നടത്തപ്പെടുന്നുണ്ട്. വൈദിക രീതിയിൽ ഈ
ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരുടെയൊക്കെ അടുക്കലാണെങ്കിൽ കൂടുതലായിട്ടും ആ വൈദികപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തപ്പെടുമ്പോൾ രാമായണം വായിക്കുന്നുണ്ട്. ആ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല. എങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞ് പ്രധാനമായുമുള്ള 10 ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന് പിണ്ടം വെക്കുക, തർപ്പണം ചെയ്യുക എന്ന് പറയും. ഇന്ന് പക്ഷെ എന്താണ്, നമുക്ക് ഈ 10 ദിവസം ഒന്നും ഇതിനായിട്ട് മെനക്കെടാൻ കഴിയില്ല. അതുകൊണ്ട് ചില പുരോഹിതന്മാര് പറയും 10 ദിവസം ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാം കൂടെ കൂട്ടി ആദ്യം ഒന്ന് തർപ്പണമൊക്കെ ചെയ്യും, എല്ലാം കൂടെ കൂട്ടി 10ാം ദിവസം നമുക്കിത് ചെയ്താൽ മതി എന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിക്കുക. നമ്മള് ആർക്കാണ് തിരിച്ചുപോയ ആളെങ്ങനെയാണ് ഈ ആഹാരം കഴിക്കുക? അദ്ദേഹത്തിനുള്ള ആഹാരമായിട്ടല്ലേ നമ്മൾ ഈ പിണ്ടം കൊടുക്കുക. ഇതിന് കാഞ്ചി കാമകോടി പീഠത്തിലെ 68ാമത് മഠാധിപതിയായിട്ടുള്ള ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ ഒരു മറുപടി പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പിണ്ടം സമർപ്പിക്കുമ്പോൾ അത് ഈ ആത്മാവിലേക്ക് ചെന്നെത്തുക? പിന്നെ ആത്മാവായല്ലോ. അദ്ദേഹം ഇതിന് മറുപടി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഒരിക്കലൊരു ഭക്തൻ അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു, പെരിയവരെ, നമ്മൾ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഈ നിവേദ്യം എന്താണെങ്കിലും ഭഗവാൻ കഴിക്കുന്നില്ല, പിന്നെ ഈ നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞ് ഇത് മുഴുവൻ ആരാ കഴിക്കുന്നത്? നമ്മളാണ് കഴിക്കുന്നത്. എന്നാൽ പിന്നെ ഈ നിവേദ്യം ഇങ്ങനെ ഭഗവാനെ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇത് മുഴുവൻ നമ്മളാണ് കഴിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പെരുവ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പെരുവ പറഞ്ഞു, ഒരു ഗ്രന്ഥം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലെ ഒരു മന്ത്രം കാണിച്ചു കൊടുത്തു, ഇതൊന്നും കാണാതെ പഠിച്ചുകൊണ്ട് വരാമോ? ഇന്ന് വേണമെന്നില്ല, നാളെ ആണെങ്കിലും മതി എന്നുകൂടി പെരുവ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി. അടുത്ത ദിവസം ഇതെല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് പെരുവായുടെ അടുക്കൽ വന്നു. പെരുവാ ചോദിച്ചു, ഇത് കാണാതെ പഠിച്ചോ? അപ്പൊ പറഞ്ഞു, പഠിച്ചു. അപ്പോൾ അങ്ങയുടെ അടുക്കൽ ഇപ്പോൾ ഈ മന്ത്രം എവിടെയാണ്? എന്റെ ബുദ്ധിയിലുണ്ട് അല്ലെ? എന്നാ ഈ ബുദ്ധി നമുക്ക് കാണാൻ പറ്റുന്നതാണോ? നമ്മൾ ആരെങ്കിലും നമ്മുടെ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണുന്നത് മാത്രമേ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയും. എന്നിട്ടോ മനസ്സ് കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയും മനസ്സിനാകെ വിഷമായി. അപ്പൊ അതുണ്ടെന്ന് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ? നിനക്ക് ബുദ്ധി ഇല്ല എന്നെങ്ങാനും ആരെങ്കിലും നമ്മളോട് പറഞ്ഞാല് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ദേഷ്യം വരുമല്ലേ? പക്ഷെ ഈ ബുദ്ധി എവിടെ ഇരിക്കുന്നത്? ആരും കണ്ടിട്ടില്ല. ഇതെല്ലാം സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ പെരുവ ചോദിച്ചു, ഈ മന്ത്രം അങ്ങ് പഠിച്ചു, അങ്ങ് ആ മന്ത്രം ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ നിന്ന് അപ്രത്യക്ഷമായോ എന്ന് ചോദിച്ചു. പുസ്തകത്തിൽ നിന്ന് അപ്രത്യക്ഷമായോ? ഇല്ല. പുസ്തകത്തിൽ അത് ഇരിപ്പുണ്ട്. ആ മന്ത്രത്തിന്റെ സൂക്ഷ്മഭാവത്തിനെ ആരും സ്വീകരിച്ചു? അദ്ദേഹം സ്വീകരിച്ചു. ഇതുപോലെ തന്നെ ഭഗവാന്റെ മുന്നിൽ പ്രസാദം വെക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? നിവേദ്യം വെക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മഭാവം സ്വീകരിക്കും, സ്ഥൂലം അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് മരിച്ചയാൾക്ക് അദ്ദേഹം ആ 10 ദിവസം കഴിഞ്ഞ് 12ാം ദിവസമാണ് നമ്മുടെ ഗൃഹം വിട്ടു പോകുക എന്നാണ് പറയുക. നമ്മൾ ക്രമാനുഗതമായിട്ട് ഈ ചടങ്ങുകളെല്ലാം ചെയ്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ക്രമാനുഗതമായിട്ട് ഓരോ ദിവസവും പിണ്ട സമർപ്പിക്കുമ്പോൾ ഉപ്പൊക്കെ കൂട്ടാറുണ്ടോ? അതില് നെയ്യൊക്കെ ഇട്ടാണോ കുഴയ്ക്കുന്നത്? അല്ല, ഉപ്പൊന്നും ഇടാതെ അധികം രുചിയില്ലാത്ത ഭക്ഷണം. ഒത്തിരി രുചിയൊക്കെ കൊടുത്താലേ അദ്ദേഹത്തിന് ഇവിടുന്ന് പോവാൻ തോന്നില്ല. അപ്പൊ എന്താണ്, ഇവിടുന്ന് പോകുന്ന ദിവസം വരെ എന്ത് ചെയ്യും? എല്ലാ ദിവസവും പിണ്ടം സമർപ്പിക്കും. എല്ലാ ദിവസവും കൊടുക്കേണ്ട ആഹാരം ഒറ്റയടിക്ക് 10ാം ദിവസം കൊടുത്താൽ ഇരിക്കും. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓരോ ദിവസവും ആ പിണ്ടം സമർപ്പിക്കണമെന്ന് പറയുന്നു. ഈ തർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രാമായണം നോക്കിയാൽ ദശരഥന്റെ ചടങ്ങുകൾ മുഴുവൻ ചെയ്തത് ആരാണ്? ഭരതനാണ്. പക്ഷേ തന്റെ അച്ഛൻ മരിച്ചു എന്നറിയുന്ന നിമിഷം തന്നെ ശ്രീരാമൻ തന്റെ പിതാവിന് വേണ്ടി തർപ്പണം ചെയ്യുന്നുണ്ട്. രാമായണത്തിൽ ഇത് കാണാം. അപ്പൊ ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അതിനുശേഷം എന്താണ്, 10 ദിവസം കഴിഞ്ഞ് 10ാം ദിവസമാണ് ബന്ധുക്കൾ എല്ലാവരും വന്ന് തർപ്പണം ചെയ്യുക. പിണ്ടമൊക്കെ സമർപ്പിച്ച് 12ാം ദിവസമാണ് നമ്മൾ ഈ ആത്മാവിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. വളരെയധികം ബഹുമാനത്തോടു കൂടി ആ സമയങ്ങളിലെ ചടങ്ങില് ശ്രീരുദ്രം ഒക്കെ ചൊല്ലും. ശ്രീരുദ്രം ചൊല്ലുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ആത്മാവിന് ശക്തി കൊടുക്കുകയാണ്. ശ്രീരുദ്രമൊക്കെ പല ആവർത്തി ചൊല്ലി നമ്മൾ ഇദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഈ പറഞ്ഞു വിടുന്ന എങ്ങനെയാണ്? പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ 12ാം ദിവസം കഴിയുമ്പോൾ എന്താണ്, നമുക്ക് പൊതുവെ വൈദികപരമായിട്ടുള്ള ചടങ്ങ് ചിലർക്ക് 16ആണ്. 12ാം ദിവസം കഴിയുമ്പോൾ പുനവാലായ്മ എല്ലാം തീരും. പിന്നെ 13ാം ദിവസം ഗ്രഹശാന്തി ഹോമം, നവഗ്രഹ ഹോമം, ശുഭസ്വീകാരം, ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഈ 12ാം ദിവസം ഇദ്ദേഹത്തിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ടാണ് ഇദ്ദേഹം പിതൃലോകത്ത് എത്തുക. ഈ പിതൃലോകത്തേക്കുള്ള ഇദ്ദേഹത്തിന്റെ യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളുടെ 1 മാസമാണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസം. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മള് ഇദ്ദേഹത്തെ ആ പിതൃലോകത്തെത്തിക്കുന്നത് വരെ എല്ലാ മാസവും പിണ്ടം സമർപ്പിക്കും. അപ്പൊ എന്താണ്, എല്ലാ ദിവസവും അദ്ദേഹത്തിന് പിണ്ടം സമർപ്പിക്കുന്നത് പോലെ. ആ 1 വർഷം പൊതുവെ കർമ്മം ചെയ്യുന്ന പുത്രൻ ക്ഷേത്രത്തിൽ പോവില്ല. കാരണം എന്താണ്, പുത്രന് ദീക്ഷയാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ പുൻ എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നവരാണ് പുത്രൻ. അതായത് പിതാവിനെ ഈ നരകത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും ഉയർത്തി പിതൃലോകത്ത് എത്തിക്കുന്നവനാണ്. ഈ 1 വർഷം ഈ ചടങ്ങ് ചെയ്യുന്ന ആരാണ്? പുത്രൻ. പുത്രൻ അതുകൊണ്ട് വ്രതകാലമാണ്, ദീക്ഷയാണ്. അതായത് ക്ഷേത്രത്തിലൊന്നും പോകില്ല. ഒരു തപസ്സായിട്ട് ചെയ്ത് എല്ലാ മാസവും ആ തിഥിക്ക് പിണ്ടം സമർപ്പിച്ച് ആ 1 വർഷം കൊണ്ടാണ് അവിടെ എത്തിക്കുക. ആ സമയത്ത് തർപ്പണം ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാവും. അതായത് 3 തലമുറകളുടെ പേര് പറഞ്ഞാണ് തർപ്പണം ചെയ്യുക. 3 തലമുറകളുടെ, അതായത് മരിച്ചയാളുടെ, അദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ. ആ ആദ്യം പറയുന്നയാളുടെ മകൻ മരിച്ചിട്ട് ചെന്നാൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നയാൾക്ക് മോക്ഷം കിട്ടും. അദ്ദേഹം മോക്ഷത്തിലേക്ക് എത്തുന്നതാണ് പറയാ. പിന്നെ ഇദ്ദേഹം ഈ ക്യൂവിൽ ജോയിൻ ചെയ്യും. പിന്നെ ഇവര് 3 പേരുമാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈ 3 പേർക്കാണ് നമ്മൾ തർപ്പണം അല്ലെങ്കിൽ പിണ്ടം സമർപ്പിക്കുന്നത്. അങ്ങനെ 1 വർഷം കൊണ്ട് ആ ദീക്ഷ ചെയ്യുന്നു. ഈ 12 ദിവസത്തെ പുനവാലായ്മയെല്ലാം കഴിഞ്ഞ് 13ാം ദിവസം നടക്കുന്ന ചടങ്ങുകൾ നോക്കാം. അതിന് ഒരു മുറിയിൽ, പല മുറിയിലായിട്ട് വെച്ച് ഈ ചടങ്ങെല്ലാം ഒന്നിച്ച് നടക്കും. അതിലൊന്ന് നവഗ്രഹ ഹോമാണ്. നവഗ്രഹ ഹോമം നമുക്കറിയാം, ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ 1 വർഷത്തേക്ക് പൊതുവെ ഗൃഹത്തില് മംഗളകരമായിട്ടുള്ള ചടങ്ങുകളൊന്നും ആചരിക്കില്ല. പക്ഷെ ഈ മരണം പെട്ടെന്നാണ് നടന്നത്. എന്തെങ്കിലും ഒരു കല്യാണം ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, വാക്കുകൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ നടത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഗ്രഹങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്. ക്ഷേത്രത്തിലൊക്കെ പോയേണ്ടി വരും ചിലപ്പോൾ ഈ ചടങ്ങൊക്കെ നടത്തുന്നതിന്, മംഗളകർമ്മത്തിനായിട്ട്. അതുകൊണ്ട് ഗ്രഹങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഗ്രഹങ്ങളെല്ലാം അനുകൂലമാകണമെന്നും ക്ഷേത്രത്തിലൊക്കെ പോകേണ്ടി വരുമെന്നുള്ള ഒരു അനുഗ്രഹം മേടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഗ്രഹശാന്തി ഹോമം. ഈ ശരീരം, മരിച്ചയാളുടെ ശരീരം എവിടെയെല്ലാം കിടത്തിയോ ആ വീടുകളില്, ആ സ്ഥലങ്ങളില് എല്ലാം ഗ്രഹശാന്തി ഹോമം ചെയ്യും. എന്തിനാണ്? അത് പേര് കേട്ടാൽ തന്നെ അറിയാലോ. ആ ഒരു ശാന്തി ഉണ്ടാകാനായിട്ടുള്ള മന്ത്രങ്ങളും മംഗളകരമായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലിയിട്ടാണ് ഗ്രഹശാന്തി ഹോമം ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ശുഭസ്വീകാരം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്.
ശുഭസ്വീകാരം എങ്ങനെയാന്ന് വെച്ചാൽ ഈ 12 ദിവസമായിട്ട് ഈ ബലിതർപ്പണാദികളൊക്കെ മാത്രം ചെയ്ത് മനസ്സെല്ലാം ഇങ്ങിയിരിക്കുകയാണ്. അതിൽ 12-ാം ദിവസത്തെ ബലിതർപ്പണാദികൾ തീരുമ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആവും, 4:30. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുക. അപ്പൊ എന്താണ്, കുട്ടികളും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഈ 13-ാം ദിവസം വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി അന്ന് വിളക്കൊക്കെ കത്തിച്ച് വളരെ മംഗളകരമായിട്ടുള്ള ചടങ്ങുകളാണ് പിന്നെ എല്ലാം ചെയ്യുക. അന്ന് കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും പുതുവസ്ത്രങ്ങളൊക്കെ എടുക്കും. എല്ലാവർക്കും ആ മനസ്സൊക്കെ മാറി ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയും, കൊള്ളി വെച്ച കൈക്ക് സ്വർണം ഇടുക, മോതിരം ഇടുക എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാല്, കൊള്ളി വെച്ച ആളില്ലേ, ആ ചിറയ്ക്ക് തീ കൊളുത്തിയ ആള്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ, പൊതുവെ പുത്രനാണ് കൊള്ളിവെച്ചതെങ്കിൽ പുത്രന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും, കാരണം അവര് വന്നിട്ട് കുലപാലകനൊന്നും ഇല്ലല്ലോ, അവര് വന്നിട്ടാണ് സ്വർണ്ണ മോതിരം ഇടുക. നമ്മൾ ഇരിക്കുന്നത് എന്തോ ഒരു ചെലവാണ് ഭഗവാനെന്ന്. ഇത് അങ്ങനെയല്ല. സ്വർണം എന്ന് പറയുന്ന ലോഹം ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ലോഹമാണ്. ഇവിടെ ഗുരുവായൂരപ്പന്റെ ഗർഭഗൃഹത്തിനകത്ത് സ്വർണ്ണ അല്ലാത്ത ഒരു പാത്രം കാണാൻ പറ്റുമോ? ഏറ്റവും പവിത്രമായിട്ടുള്ള ലോഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളി, പിന്നെ നമ്മൾ ഓട്ടുപാത്രമൊക്കെ എടുക്കും. അപ്പൊ സ്വർണം എന്ന് പറഞ്ഞാൽ പവിത്രീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ കൃത്യമായിട്ട് മർമ്മങ്ങളില് മാലയൊക്കെ ഇടുമ്പോൾ ലോക്കറ്റ് ഉണ്ടെങ്കിൽ ആ ലോക്കറ്റ് മാറിലൊക്കെ തൊട്ട് കിടക്കുന്നത് നല്ലതാണ്. കാരണം സ്വർണം വളരെയധികം ചൈതന്യം തരുന്നതാണ്. ഇന്നത് ആർഭാടത്തിനായിട്ട് മാറി എന്നുള്ളത് സത്യം. പക്ഷെ മോതിരമായിട്ടും കമലായിട്ടും ആ മർമ്മങ്ങളില് കാലിൽ ഒരിക്കലും പാടില്ല. ഒന്ന് മഹാലക്ഷ്മിയാണ്. ഈ ലോഹം കാലിലിട്ടാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിലായിരിക്കില്ല പോവുക. അതുകൊണ്ടാണ് അരയ്ക്ക് കീഴ്പോട്ട് സ്വർണം പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ പലരും അത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആചാര്യന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താന്ന് വെച്ചാല് മോതിരയിലും അതോടുകൂടി പരിശുദ്ധമാകും. പിന്നീട് അന്ന് എല്ലാവർക്കും ഈ വസ്ത്രമൊക്കെ ദാനം ചെയ്യും. അതിനുശേഷം ആ പുരോഹിതൻ ഇരുന്ന് രാമായണം പാരായണം ചെയ്യും. പേരിന് കുറച്ചു ഭാഗമാണ് വായിക്കുക. പ്രത്യേകിച്ച് പട്ടാഭിഷേക ഭാഗമാണ് വായിക്കുക. പട്ടാഭിഷേകം എന്താണ്? വളരെ മംഗളകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചടങ്ങുകളെല്ലാം മംഗളകരമായിട്ട് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ശുഭസ്വീകാരമൊക്കെ ചെയ്ത് അന്ന് രാമായണം വായിക്കും. ഇന്നും ഈ ചടങ്ങ് നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? രാമായണത്തിന്റെ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു, ശ്രാദ്ധ ദിനങ്ങളിൽ രാമായണം പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഈ മരിച്ചു കഴിഞ്ഞ് ഉള്ള 12 ദിവസം ഗരുഡ പുരാണം വായിക്കുന്നത് നല്ലതാണെന്ന് പറയും. കാരണം ഈ ആത്മാവിന്റെ ഗതി എങ്ങനെയാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും മനസ്സിലാകും ഈ ആത്മാവിന്റെ ഗതി എങ്ങനെയാണ് എന്ന്. മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ഉടൻ രാമായണം വയ്ക്കും. അത് മരിച്ചയാൾക്ക് മാത്രമല്ല, നമുക്കൊരു മനസ്സമാധാനം കിട്ടാനും കൂടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര മാത്രം ആ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി ഉത്തരകാണ്ഡത്തിലെ തന്നെ ഫലശ്രുതിയില് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നമ്മള് രാമായണ മാസമായി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്, എല്ലാ ക്ഷേത്രത്തിലും ഏതെങ്കിലും മൂലയിൽ ഒരു മൈക്കുമായിട്ടിരുന്ന് ഒരാൾ ഇങ്ങനെ രാമായണം പാരായണം ചെയ്യും. ഒരാളല്ലെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ വേറൊരാള് പാരായണം ചെയ്യും. അതിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളിത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ഇവരെയൊന്നും അത്ര മൈൻഡ് ചെയ്യാറില്ല, അല്ലെ? പക്ഷെ ഈ വായിക്കുന്നവര് വളരെ താല്പര്യമാണ്. അവർക്ക് രാമായണ മാസമായി കഴിഞ്ഞാൽ അവര് നല്ല ഉൾക്കൊണ്ടാണ് വായിക്കുക. നമ്മള് ശ്രദ്ധിക്കാറേ ഇല്ല, അവരെന്തോ ഇങ്ങനെ ജോലി എടുത്തിട്ട് പോകുന്നു എന്ന്. രാമായണത്തിന്റെ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു, ഈ രാമായണം ഇതുപോലെ പാരായണം ചെയ്യുന്നവർക്ക് സന്തോഷമാകുന്ന വിധം ദാനം ചെയ്യണം. എന്നിട്ട് ആ ദാനം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വർണവും വെള്ളിയും ഒക്കെ കൊടുത്ത് ഇവരെ സന്തോഷിപ്പിക്കണമെന്ന്. നമുക്ക് സ്വർണവും വെള്ളിയൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ക്ഷേത്രത്തിൽ ഇരുന്ന് പാരായണം ചെയ്യുന്നത് കാണുമ്പോൾ ഇനി മുതൽ നമ്മൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം?
അവരെ കാണുമ്പോൾ മനസ്സുകൊണ്ടാണെങ്കിലും ഒന്ന് നമസ്കരിക്കണം. എന്തുകൊണ്ടാണ്? പൂർവജന്മ കൃതമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് എന്താണെങ്കിലും രാമായണം പാരായണം ചെയ്യാനല്ലേ തോന്നുന്നത്, വേറെ നോവലൊന്നും വായിക്കാനല്ലല്ലോ. ആ രാമായണം പാരായണം ചെയ്യാൻ തോന്നും. ആ പാരായണം കൊണ്ട് നമ്മളും അന്തരീക്ഷവും പരിശുദ്ധരാകും. അതുകൊണ്ട് ആ പാരായണം ചെയ്യുന്നവരെ കാണുമ്പോൾ ഒന്നും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. എന്തെങ്കിലും ദക്ഷിണ പറ്റുമെങ്കിൽ അവരുടെ മുന്നിൽ ഒന്ന് സമർപ്പിക്കുക. എന്നിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നു, അവരുടെ ഈ സന്തോഷം, അവര് സന്തോഷിച്ചാൽ എല്ലാ ദേവന്മാരും സന്തുഷ്ടരാകും. ആ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. കൃത്യമായിട്ട് രാമായണത്തില് പറഞ്ഞിട്ടുണ്ട്, ഫലശ്രുതിയില് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആചരിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലുള്ള മറ്റൊരു രംഗം നമുക്ക് നോക്കാം. അപ്പൊ ലക്ഷ്മണൻ സരയൂ നദിയിലേക്ക് പോകുന്ന രംഗം. ചരിതം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ദുർവാസാവും മഹർഷി വരുന്നതും ശാപം കിട്ടുന്നതും ശ്രീരാമൻ ധർമ്മവും സത്യവും പാലിക്കാൻ വേണ്ടി ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നതും ഒക്കെ അറിയാം. ലക്ഷ്മണനെ ശ്രീരാമൻ ഉപേക്ഷിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ അവിടെ നിന്നും ഭാര്യയോടൊന്നും യാത്രയൊന്നും പറയണമെന്നില്ല. അവിടുന്ന് അപ്പോൾ തന്നെ നേരെ സരയുവിന്റെ തീരത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ സരയൂ തീരത്ത് ചെന്ന് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ലക്ഷ്മണൻ നേരത്തെ ചെല്ലണ്ടേ അല്ലെ? നമ്മൾ ഒരാള് അതിഥിയായിട്ട് വരുമ്പോൾ, ഇപ്പൊ എന്നെ ഇവിടെ പ്രഭാഷണത്തിന് വിളിച്ചു വരുത്തി, വരുത്തിയപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യം കസേര കൊണ്ടിട്ടല്ലേ എനിക്ക് ഇരിക്കാനായിട്ട്. അതുപോലെ ലക്ഷ്മണനാകെ ആദ്യം പോണ്ടേ, സീറ്റല്ലേ, അനന്തനല്ലേ, ആ അനന്തശാഹിയായിട്ടുള്ള ഭഗവാന്റെ ആ ഇരിപ്പിടാണ്. അപ്പൊ ലക്ഷ്മണൻ എന്താണെങ്കിലും ആദ്യം പോയേ പറ്റൂ, ശൈലം ചക്രമൊക്കെ പിന്നെ പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് ലക്ഷ്മണൻ എന്താണെങ്കിലും ആദ്യമേ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ലക്ഷ്മണൻ സരയൂ നദിയിലേക്ക് ഇറങ്ങുന്ന രംഗം വാൽമീകി രാമായണത്തില് വർണ്ണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാല് അതിന് പറയുകയാണ്, ആ സരയൂ നദിയിലേക്ക് മുങ്ങിക്കഴിയുമ്പോൾ മനുഷ്യർക്ക് ആർക്കും കാണുന്നില്ല. മനുഷ്യർ കാണാത്ത രീതിയിൽ ദേവേന്ദ്രൻ അവിടെ വന്ന് ലക്ഷ്മണനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. എവിടേക്കാണ്? ആ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ആ സരയൂല് മുങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ തിളങ്ങുന്ന ശരീരത്തോടു കൂടിയുള്ള ലക്ഷ്മണനെ ദേവേന്ദ്രൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളിങ്ങനെ അമർചിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞാൽ അല്ലെ എന്താണ്, വിമാനം, ദേവലോകത്ത് വിമാനം വന്ന് അല്ലെ ദേവന്മാര് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നൊക്കെ. അതുപോലെ പ്രഭയാർന്ന ശരീരമായി മാറി. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഗമയൊക്കെ കിട്ടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും, കേൾക്കുമ്പോൾ ഒരു പൊലിമയൊക്കെ ഇല്ലേ അല്ലെ, കുറച്ചൊരു അതിശയോക്തി കലർന്ന് എഴുതിയിരിക്കുന്നതായിരിക്കും വിചാരിക്കും. അപ്പൊ ഈ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മണൻ തിളക്കമാർന്ന ശരീരത്തോടു കൂടി എന്ന്. സാധാരണ രാമായണം വായിക്കുകയാണെങ്കിൽ ഈ തിളക്കമാർന്ന ശരീരം സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്മണൻ ദേവേന്ദ്രന്റെ കൈ സ്വീകരിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ നമ്മൾ അതിന് അത്ര വലിയ ശ്രദ്ധ കൊടുക്കുമോ? സാധാരണ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വായിച്ചു വിടും. പക്ഷേ വാൽമീകി രാമായണത്തില് ഒരു വാക്ക് പോലും മഹർഷി വെറുതെ കൊടുത്തിട്ടില്ല. അതിന് അത്രമാത്രം ആഴത്തിലുള്ള അർത്ഥമുള്ളത് കൊണ്ടാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് തിളക്കമാർന്ന ശരീരം സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? പുണ്യാത്മാക്കൾ ശരീരം വെടിയുമ്പോൾ അവരുടെ ശരീരം ഇങ്ങനെയായിരിക്കും. ചില ആളുകളുടെ ശരീരം വെടിയുമ്പോൾ ആരും മോശമാണെന്നല്ല, ചിലരുടെ ശരീരം അല്ലാതെ കറുപ്പൊക്കെ ചെയ്യും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരുടെ ശരീരം വളരെയധികം പ്രഭയിട്ടതാവും. നമ്മള് രക്തമൊന്നും പോയി കാണില്ല, തൊട്ട് നോക്കിയാല് വിളിച്ചാൽ എഴുന്നേറ്റ് വരുന്ന പോലെ കണ്ണടച്ച് ഉറങ്ങിക്കിടക്കുകയാണെന്ന് തോന്നും, നല്ല തേജസ് ഉള്ളതായിട്ട് തോന്നും ചില ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇതിനൊരു ഉദാഹരണം ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വളരെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു പ്രൊഫസർ കസ്തൂരി. അദ്ദേഹമാണ് ആകാശവാണിക്ക് പേരൊക്കെ കൊടുത്തത്. ഈ പ്രൊഫസർ കസ്തൂരിയുടെ അവസാന സമയം
അപ്പൊ അദ്ദേഹം ഒരു മുറിയിൽ കിടക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ അവിടെ വരുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ വന്ന് മുറിയിൽ വന്ന് നോക്കുമ്പോൾ ഈ കിടക്കുന്ന മുറിക്ക് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അവിടെ നിന്ന് പൈപ്പിൽ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്, ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ബക്കറ്റിലേക്കാണ് വീഴുന്നത്. അപ്പൊ ബാബ പറഞ്ഞു, അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു, ആ പൈപ്പിലെ വെള്ളം അണച്ചു വെക്കുക. എന്നിട്ട് പറഞ്ഞു, പുണ്യാത്മാക്കൾ ശരീരം വെടിയുമ്പോൾ ഒരു ശബ്ദവും കേൾക്കാൻ പാടില്ല. അവിടെ നമ്മുടെ കരച്ചിൽ പാടില്ല, ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളപ്പോൾ അവിടെ നിന്ന് ജപിക്കണം എന്ന് പറയുക. അവരുടെ ചെവിയിൽ എന്ത് മാത്രമേ വീഴാവുള്ളൂ? ഭഗവത് നാമം മാത്രമേ പാടുള്ളൂ. നമ്മുടെ ബന്ധുക്കളാണെങ്കിലും പോയി അടുത്ത് പോയി നിന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വിഷമായിരിക്കും നമ്മളെ വിട്ടു പോകാൻ. അതുകൊണ്ട് അവസാന സമയം നമ്മൾ അവിടെ ഇല്ലായിരുന്നു എന്നോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇപ്പൊ ദശരഥ മഹാരാജാവ് ശരീരം വെടിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ശ്രീരാമൻ. ഉള്ള കാലം നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവത് നാമം ജപിക്കുക. വേറെ ഒന്നും അവർക്ക് കാണാനായിട്ട് വിട്ടുകൊടുക്കണ്ട. അവര് കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നാമം ജപിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാമം ജപിക്കുക. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്ന് ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് നാമം ജപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കസ്തൂരി ഭഗവാനിൽ ലയിച്ചു. പക്ഷെ വൈകിട്ടായതുകൊണ്ട് അന്ന് ശരീരം നമുക്ക് ധരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ബാബ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ഈ മുറി അത് അടച്ചിട്ടേക്കുക, നാളെ നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഈ കസ്തൂരിയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഒരു വനിതാ ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ ബാബ, ശരീരം തന്നെയായിട്ട് പൂട്ടിയിട്ടിട്ട് പോരുക എന്ന് പറയുന്നത് അത്ര ശരിയാണോ? അപ്പൊ ബാബ പറഞ്ഞു, സാരമില്ല, നീ പറയുന്നു, ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി. കൂട്ടിയിട്ട് അവര് താക്കോല് കൊണ്ടുപോയി. അടുത്ത ദിവസം വന്ന് ഇവര് മുകളിൽ തുറക്കുമ്പോൾ നല്ല സുഗന്ധം. അങ്ങനെയാണോ വരേണ്ടത്? അല്ല. മാത്രല്ല, ഈ കസ്തൂരിയുടെ ശരീരം പോയി നോക്കുമ്പോൾ നല്ല തേജസ്സോടു കൂടി കിടക്കുകയാണ്. ഇപ്പൊ തൊട്ടാൽ എഴുന്നേറ്റ് വരുന്നുള്ള ഭാവത്തിലാണ്. അപ്പോഴവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അവൻ ശരിക്കും ഭഗവാനിലേക്കാണ്, പുണ്യാത്മാവാണ്. ഈശ്വരനാമം കേട്ട് ഇത്രയും കാലം സത്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് അവൻ ആ ഉയർന്ന ലോകത്തിലാണ് എത്തിയത്. അപ്പൊ ആ ദേവേന്ദ്രൻ അല്ലെങ്കിൽ ദേവന്മാർ സ്പർശിക്കുന്നത് കൊണ്ട്, അവരുടെ സ്പർശം ലഭിക്കുന്നത് കൊണ്ടാണ് എന്താണ് ഈ ശരീരം തിളങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ലക്ഷ്മണന്റെ കാര്യത്തില് വെറുതെയാണോ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം. ആ ഒരൊറ്റ വാക്ക്, ഈ ഒരൊറ്റ തിളങ്ങുന്ന ശരീരത്തോടു കൂടി ലക്ഷ്മണൻ പോയി എന്ന് പറയുന്നതിനാണ് ഞാൻ ഈ 15 മിനിറ്റ് വിവരിച്ചത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ 24,000 ശ്ലോകങ്ങൾ എടുത്ത് ഇതിനെ ഇനി എത്ര വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എത്ര മാത്രം ഉണ്ട് രാമായണം, എത്രമാത്രം വ്യാഖ്യാനിക്കാൻ പറ്റും? അതിന്റെ മഹത്വം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി വേറൊരു ചരിതം, ശ്രീരാമൻ സരയൂ നദിയിലേക്ക് പോകുന്ന രംഗം. ഇപ്പൊ ശ്രീരാമൻ ശരീരം വെടിയാനായിട്ട് പോവാന്ന് പറഞ്ഞപ്പോ പിന്നെ ഭരതനും ശത്രുഘ്നും ഇരിക്കുവോ? ഭരതൻ അല്ലേ തന്നെ രാജ്യം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. ശത്രുഘ്നൻ അറിഞ്ഞപ്പോൾ ശത്രുഘ്നൻ വേഗം കുട്ടികൾക്ക് രാജ്യമൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് ഞാനും പോരുവാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, കൊട്ടാരത്തിലുള്ള എല്ലാരും പറഞ്ഞത്, ഞങ്ങൾ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്, ഞങ്ങളും പോരുവാണ്. വാനരന്മാര് പറഞ്ഞു, ഞങ്ങളും പോരുവാണ്. എല്ലാരും പിക്നിക്കിനാ പോണത്? അല്ലല്ലോ. എന്തിനാ പോണത്? ശരീരം വെടിയാനാണ് പോണത്. പക്ഷെ വാൽമീകി രാമായണത്തിൽ പറയുകയാണ്, ഈ കൊരകന്മാരൊക്കെ നല്ല കൂട്ടിക്കരണം പറഞ്ഞ് നല്ല ആമോദത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി കാറി കൂടിയൊക്കെയാണ് പോണത്. അപ്പൊ എന്താ അങ്ങനെ പോണത്? അവർക്ക് അറിയില്ലേ അവര് ശരീരം വെടിയാനായിട്ട് പോവാണെന്ന്? തീർച്ചയായിട്ടും അവർക്കറിയാം. പക്ഷെ പറയുകയാണ്, എവിടെയാണോ ശ്രീരാമനുള്ളത് അവിടെ ആനന്ദം മാത്രമേ ഉണ്ടാവൂ. ഇത് ശ്രീരാമനാണ്, ഇത് ആത്മാരാമനാണ്, ഇത് ഭഗവാനാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ദുഃഖം വരില്ല. ഇനി മരിക്കുകയാണെങ്കിൽ ഏത് ലോകത്ത് എന്നാലും ശ്രീരാമന്റെ കൂടെയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? പിടിച്ചിരിക്കുന്ന പുള്ളികൊമ്പിലല്ലേ, അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാതിരുന്നത്. ശ്രീരാമനിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അവർക്ക് ദുഃഖം ഉണ്ടാക്കുക, അവർക്ക് ഭയമുണ്ടാക്കുക. ശ്രീരാമൻ എന്ന് വെച്ചാൽ എന്താണ്? രമിപ്പിക്കുന്നവൻ, ആനന്ദം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരുടെ സന്തോഷം. അപ്പൊ ഇതിനെ ആത്മഹത്യ എന്ന് പറയാൻ പറ്റുമോ?
ആത്മഹത്യ നിരാശയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്നാണ് ഉടലെടുക്കുക പലപ്പോഴും. പക്ഷെ ഇവിടെ സ്വന്തം കർമ്മങ്ങളെല്ലാം ഒടുങ്ങി തൃപ്തിയായിട്ടുള്ള ശരീരം വെടിയലാണ് കാണിക്കുക. ഇനി ഇവിടെ ശ്രീരാമൻ ആ സരയൂ നദിയിലേക്ക് പോകുന്ന രംഗം വാൽമീകി മഹർഷി വർണ്ണിക്കുന്നുണ്ട്. ഈ ഓരൊറ്റ രംഗത്തിലും മാത്രമാണ് ശ്രീരാമന്റെ കയ്യിൽ അമ്പും വില്ലും ഇല്ലാത്തത്. ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഉറങ്ങുമ്പോ അമ്പും വില്ലും ഉണ്ടോ ചോദിക്കരുത്, അടുത്തിരിപ്പുണ്ട് അല്ലെ. കുളിക്കുമ്പോ ഉണ്ടോ ചോദിക്കരുത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഭാരതത്തില് ഏത് ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവിടെ എല്ലാം ശ്രീരാമ വിഗ്രഹത്തിൽ എന്തുണ്ട്? അമ്പും വില്ലും ഉണ്ട് അല്ലെ. അമ്പും വില്ലും ഇല്ലാത്ത ശ്രീരാമനെ കാണാൻ സാധിക്കുമോ? ഇല്ല. അതിന് കാരണം ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീതയെ വേണമെങ്കിൽ ഉപേക്ഷിക്കും, ലക്ഷ്മണനെ വേണമെങ്കിൽ ഉപേക്ഷിക്കും, പക്ഷേ ധർമ്മത്തിനെ ഉപേക്ഷിക്കില്ല. ധർമ്മത്തിനെ കാക്കാനായി ശ്രീരാമൻ കൊണ്ട് നടന്നതാണ് ഈ അമ്പും വില്ലും. പക്ഷെ ശരീരം വെടിയുന്ന സമയത്ത്, സരയൂലേക്ക് പോകുന്ന സമയത്ത് എന്തായി? ശ്രീരാമൻ അമ്പും വില്ലും ഉപേക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പട്ട് വസ്ത്രമൊക്കെ ഉടുത്ത് കയ്യില് ദർഭപുല്ലും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ എന്തിനാണ് ഈ ദർഭയുടെ പ്രത്യേകത? നമ്മള് പൂജകളിലും ചടങ്ങുകളിലും എല്ലാം ദർഭ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കലശക്കുടങ്ങളിൽ ദർഭയിടും. ഒന്ന് ദർഭയുടെ പ്രത്യേകത, ദർഭ വിത്ത് വിതച്ചുണ്ടാകുന്നതല്ല. ദർഭ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ആർക്കും അറിയില്ല. അതിന്റെ ജന്മവും മരണവും ഒന്നും അറിയില്ല. ആദ്യവും അന്തവും ഇല്ലാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം അങ്ങനെയല്ലേ. എവിടെ തുടങ്ങി, എത്രയോ ജന്മങ്ങൾ, എവിടെ അവസാനിക്കുന്നു ഒന്നും അറിയില്ല. മാത്രമല്ല എന്തിനേയും പരിശുദ്ധമാക്കാൻ കഴിവുള്ളതാണ്. സയന്റിഫിക് ആയിട്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഈ ഓരോന്നിന്റെ കഴിവുകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇത് ശരിയാണെന്ന് മനസ്സിലാവും. അവരിതിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേയും പരിശുദ്ധമാക്കുന്നതാണ് ഈ ദർഭ. അതുകൊണ്ടാണ് ഈ ഗ്രഹണ സമയത്ത് നമ്മൾ എന്ത് പറയും, അന്തരീക്ഷം എല്ലാം വിഷാംശം കലരും. അതുകൊണ്ട് ഗ്രഹണം കഴിഞ്ഞാൽ അതിനു മുമ്പ് പാചകം ചെയ്തിരിക്കുന്ന വസ്തുക്കളൊന്നും കഴിക്കാൻ പാടില്ല പറയും. എന്തുകൊണ്ടാണ്? അതിലെല്ലാം ആ വിഷാംശം കലരും. പക്ഷെ എല്ലാ സാധനവും കൂട്ടിക്കളയാൻ പറ്റുമോ? നിറയെ പാലൊക്കെ ചിലപ്പോൾ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറയും? ആചാര്യന്മാര് പറയും ഒരു ദർഭ ഇട്ട് വെക്കാൻ പറയും. അപ്പൊ അഭിഷേകത്തിന് കലശത്തിൽ എന്ത് ചെയ്യും? ദർഭ ഇട്ട് വെക്കും അല്ലെ. പല ഉപകാരമുണ്ട്. വല്ലഭന് പുല്ലും ആയുധം കേട്ടിട്ടില്ലേ? ശ്രീരാമന് ആ പുല്ല് ഉപയോഗിച്ച് അല്ലെ ആയുധമാക്കി പുല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ദർഭയ്ക്ക് ഇത്രയും പ്രത്യേകതയുണ്ട്. മാത്രമല്ല മരിച്ചു കഴിയുമ്പോൾ ശരീരം എന്തിനാണ് കിടത്തേണ്ടത്? ദർഭപ്പുല്ലിലാണ്. ദർഭയുടെ വലിയ പായ ഉണ്ടാക്കി അത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് രാമായണത്തിലെ മറ്റൊരു രംഗം, സുഗ്രീവൻ 4 ദിക്കിലേക്കും സീതയെ അന്വേഷിച്ച് വാനരന്മാരെ അയക്കുന്നുണ്ട്. തെക്കോട്ട് പോയ ആളുകൾ എന്ത് ചെയ്തു? കുറെ ദൂരം നടന്നപ്പോൾ സമുദ്ര തീരത്തെത്തി. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ സമുദ്രം കടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. തിരിച്ചങ്ങോട്ട് ചെന്നാലോ സുഗ്രീവൻ വെച്ചേക്കില്ല. അപ്പൊ പിന്നെ എന്താണെങ്കിലും അവിടെ പോയാൽ സുഗ്രീവൻ കൊല്ലും. എന്നാ പിന്നെ ഇവിടുന്ന് മരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഈ വാനരന്മാരെല്ലാം ദർഭപുല്ല് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇവര് മരിച്ചു പോയാൽ അവിടെ ആരും ഇല്ല ഇവിടെ ദർഭപുല്ല് കിടത്താൻ. അതുകൊണ്ട് ഇവര് തന്നെ മരിക്കുന്നതിന് മുമ്പ് ദർഭപുല്ലൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കുകയാണ്. പ്രായോപവേശം എന്നൊക്കെ പറയുന്നത് പോലെ ജലപാനമൊന്നും ഇല്ലാതെ നേരത്തെ അതിന് മുമ്പ് കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരാമൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ദർഭപുല്ലുമായിട്ടാണ് സരയൂന്റെ തീരത്തേക്ക് പോകുന്നത്. സരയൂ നദി വളരെ വലിയ ഒരു നദിയാണ്. അതിന് പല കടവുകളുണ്ട്. നമുക്കറിയാം, ഘാട്ട് എന്ന് പറയും. ശ്രീരാമൻ ശരീരം ത്യജിക്കാനായി ഇറങ്ങിയ ഘാട്ടിന് പറയുന്ന പേര് ഗുപ്താർ ഘാട്ട് എന്നാണ്. ഗുപ്തം എന്ന് പറഞ്ഞാല് അല്ലെ ഒളിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങോട്ട് ആ സരയൂലേക്കാണ് ഇറങ്ങിപ്പോയത്. ഈ സ്ഥലത്തിന് ഗോപ്രതാരം എന്നുകൂടി പേരുണ്ട്. സ്കന്ദപുരാണത്തിലും വാൽമീകി രാമായണത്തിലും ഈ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോപ്രതാരം. ഈ സ്ഥലത്തിൽ വളരെ കടവിനോട് ചേർന്ന് വളരെ പൗരാണികമായിട്ടുള്ള ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രം ശ്രീരാമന്റെ കയ്യിൽ അമ്പും വില്ലും ഇല്ല. അവിടെ എന്തായിരിക്കും വരേണ്ടത്?
ദർഭപുല്ലാണ് വരേണ്ടത്. പക്ഷെ ദർഭപുല്ല് ശ്രീരാമനവമിക്ക് മാത്രമേ വെക്കൂ. ബാക്കി ദിവസങ്ങളിൽ താമരപ്പൂ വെക്കും പേരിന്. ആ രാമനവമിക്ക് ദർഭപുല്ല് വെക്കും. ഒന്ന് ആലോചിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ തുടർന്ന് വരുന്നതിലൂടെ എത്ര കൃത്യമായിട്ട് ആചരിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുക. പക്ഷെ ഇന്നും എന്താ പറയുക, ശ്രീരാമക്ഷേത്ര അയോധ്യയിൽ വന്നപ്പോൾ ഇത് ശ്രീരാമന്റെ ജന്മസ്ഥലമൊന്നും അല്ലായിരുന്നു. ഒരു അറിവ് നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും പൗരാണികമായിട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥം എടുത്താണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ സ്കന്ദപുരാണം, ഇതിഹാസമൊക്കെ എടുത്ത് നോക്കുക. സ്കന്ദപുരാണമാണ് ഏറ്റവും വലിയ പുരാണം. ആ സ്കന്ദപുരാണത്തില് ധാരാളം ഖണ്ഡങ്ങളുണ്ട്. ഈ ഖണ്ഡങ്ങളിൽ രണ്ടാമത്തെ ഖണ്ഡമാണ് വൈഷ്ണവ ഖണ്ഡം. അതില് 10 സബ് ഖണ്ഡങ്ങളുണ്ട്. അതിൽ 8ാമത്തെ ഖണ്ഡമാണ് അയോധ്യ എന്ന് പറയുന്ന ഖണ്ഡം. അതിന് വീണ്ടും 10 സബ് ഖണ്ഡങ്ങളുണ്ട്. ഇവിടെ സ്കന്ദപുരാണത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഈ 10 അധ്യായങ്ങളിലായിട്ട് അയോധ്യയുടെ ചരിത്രം പറയുന്നുണ്ട്. ഈ സ്കന്ദപുരാണത്തിനും വാൽമീകി രാമായണത്തിനും മുമ്പുള്ള ഗ്രന്ഥമൊന്നും ആർക്കും കാണിക്കാനില്ലല്ലോ, അല്ലെ? ഏറ്റവും പൗരാണികമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നതാണല്ലോ ഒറിജിനൽ, അല്ലെ? ഇതില് പറയുന്നു ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു. അസാമാന്യമായിട്ടുള്ള വെൽ ഡിസൈൻഡ് ടൗൺഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് നമ്മൾ ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ അതില് പറയുന്നുണ്ട് ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചരിതം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് സ്കന്ദപുരാണത്തില് ആദ്യത്തെ അധ്യായത്തില് എവിടെയാണ്, നൈമിശാരണ്യാണെന്ന് തോന്നുന്നു, അങ്ങനെ എവിടെയോ ധാരാളം ശ്രീശ്വരന്മാരിയ്ക്കുമ്പോൾ സൂതൻ അവിടെ വരികയാണ്. അപ്പൊ സൂതനെ നമസ്കരിച്ചിട്ട് ഈ ആചാര്യന്മാരും ഋഷിമാരെല്ലാം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ഇവര് ചോദിക്കുകയാണ്, ഈ സപ്തമോക്ഷപുരികളിൽ ഒന്നാമത്തേതായിട്ട് അയോധ്യ പറയുന്നതിന് കാരണം എന്ത്? എന്താണ് സപ്തമോക്ഷപുരികള്? അയോധ്യ, മധുരമായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരവത്യാർ ചെയ്തവ സപ്തൈവേ മോക്ഷദായക. അയോധ്യ ആദ്യം പറയുന്നതിന് അയോധ്യയാണ്. സപ്തമോക്ഷപുരികളിൽ ഒന്നാമത്തേത് അയോധ്യയാണ്. മധുര എല്ലാവർക്കും അറിയാലോ. മായ, മായ എന്ന് പറഞ്ഞാല് ഹരിദ്വാറിന്റെ പഴയ പേരാണ്, മായാപുരി. അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി അറിയാലോ. അവന്തിക, അവന്തിക ഇന്നത്തെ ഉജ്ജയിൻ. പുരി, ഇത് പുരിയല്ല, ഇങ്ങനെയുള്ള പുരങ്ങളും ദ്വാരകയും ചേർന്നതാണ് സപ്തമോക്ഷപുരികൾ. അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, ദ്വാരക. ഈ 7 എണ്ണമാണ് സപ്തമോക്ഷപുരികൾ. ഇതിൽ ഒന്നാമത്തെ സ്ഥാനം എന്തുകൊണ്ട് അയോധ്യക്ക് കൊടുത്തു? അയോധ്യ ആര് ഡിസൈൻ ചെയ്ത പട്ടണമാണ്? കാരണം കോസലം എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് അയോധ്യ. ആ അയോധ്യ ആര് ഡിസൈൻ ചെയ്തു? അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ആകൃതി എന്താണ്, അവിടെ എങ്ങനെയാണ് ദർശനം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് സൂതൻ പറയുന്നു, പണ്ട് അഗസ്ത്യ മഹർഷി ഈ ചരിതം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഈ അയോധ്യക്ക് മത്സ്യത്തിന്റെ ആകൃതിയാണ്. ഈ അയോധ്യ വൈവസ്വത മനു ഡിസൈൻ ചെയ്താണ്. വൈവസ്വതൻ മനുവിന്റെ മനസ്സിലെ ആഗ്രഹത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞ് ഡിസൈൻ ചെയ്ത പട്ടണമാണ്. അതിന് ഒരു വശത്ത് സരയു ഒഴുകുന്നു, ഒരു വശത്ത് തമസ ഒഴുകുന്നു, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വളരെ വിശദമായിട്ട് സ്കന്ദപുരാണത്തിലും പറയുന്നുണ്ട്, വാൽമീകി രാമായണത്തിലും പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ അയോധ്യയുടെ ചരിതം എത്ര കൃത്യമായിട്ടാണ് രാമായണത്തില് വർണ്ണിച്ചിരിക്കുന്നത്. സ്കന്ദപുരാണത്തിലും ഈ രാമായണത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ശ്രീരാമൻ ശരീരം ത്യജിക്കാനായിട്ട് ഇറങ്ങി പോകുന്നത്. സുഗ്രീവനൊക്കെ ഉണ്ട്. അപ്പൊ ആ സരയുവിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബ്രഹ്മാദി ദേവകളെല്ലാം ആകാശത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അങ്ങ് ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ചു കൊള്ളുക എന്ന് ബ്രഹ്മദേവൻ ശ്രീരാമനോട് പറയുന്നു. അപ്പോൾ ശ്രീരാമൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിക്കുന്നു. സുഗ്രീവൻ സൂര്യപുത്രനാണ്. അദ്ദേഹം സൂര്യമണ്ഡലത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഓരോരുത്തരും അതാത് ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് ഈ ഉത്തരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ രാമായണം വളരെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ
ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്ന് മനസ്സിലാവും. ഇപ്പൊ മറ്റൊരു ഉദാഹരണം, അത് ഉത്തരകാണ്ഡത്തിലല്ല എങ്കിൽ പോലും ഒന്ന് പരാമർശിച്ചു പോകാം. ഇപ്പൊ ഇവിടെ ശ്രീരാമൻ, വിഭീഷണൻ ശ്രീരാമനെ ശരണാഗതി അടഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വിഭീഷണന്റെ പട്ടാഭിഷേകം നടത്തുന്നുണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും അത് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ ശ്രീരാമന്റെ? യുദ്ധം തുടങ്ങിയിട്ട് പോലുമില്ല, രാവണനെ കൊന്നിട്ടുമില്ല. അതിനു മുമ്പ് എന്ത് ചെയ്തു? അതിനു മുമ്പ് വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്തു അല്ലേ? മറ്റേത് പോട്ടെ, വാനരജാതിയാണ്. വാനരജാതികളുടെ ഭാര്യയും സുഗ്രീവനും അത് നമുക്കത്ര ബാധകമല്ല അല്ലെ? ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ശ്രീരാമൻ ചെയ്തു എന്നാൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഒരു രാജാവിനെ മറ്റൊരു രാജാവ് അല്ലെങ്കിൽ ആ രാജാവിന്റെ പ്രതിനിധി വധിച്ചാൽ വധിക്കുന്ന നിമിഷം ആ വധിക്കപ്പെട്ട രാജാവിന്റെ രാജ്യം മറ്റേയാളുടേതാവും. അപ്പൊ രാമൻ രാവണനെ വധിക്കുന്ന നിമിഷം രാമന്റെ രാജ്യം ആരുടേതാവും? രാമന്റെ ആകും, അല്ലെങ്കിൽ കോസലത്തിന്റെ ആകും. രാമന് രാജ്യം സ്വീകരിക്കാൻ പറ്റുമോ? വനവാസത്തിനല്ലേ വന്നിരിക്കുന്നത്, അങ്ങോട്ട് കേറിയിട്ട് പോലും ഇല്ല അല്ലെ? കേറിയോ? ഇല്ല. ആ കൊട്ടാരത്തിലേക്കൊന്നും കേറിയിട്ട് പോലും ഇല്ല. അപ്പോൾ വധിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? വിഭീഷണനെ രാജാവാക്കി വെച്ചു. അപ്പൊ എന്താ, വധിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആർക്കായി രാജ്യഭാരം? ഏത് ഭാഗം എടുത്തു നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കുംഭകർണന്റെ നീതിവാക്യം എന്ന് പറഞ്ഞത്. അത് വളരെയധികം വിശദമായിട്ട് പറയാനൊന്നും സമയമില്ല, എങ്കിലും വളരെയധികം കഷ്ടപ്പെട്ട് കുംഭകർണനെ ഉണർത്തുന്നുണ്ട്. അക്ഷകുമാരനും എല്ലാവരും മരിച്ചു. കുംഭകർണന്റെ മിനിമം സ്ലീപ്പിംഗ് പീരീഡ് എന്ന് പറയുന്നത് 6 മാസമാണ്. ഇവിടെ 9 ദിവസം അയാൾ പോയിട്ട് വലിയ വലിയ ആനയൊക്കെ കൊണ്ടുവന്ന് 1000 കുടം ജലമൊക്കെ ചെവി കൂടെ ഒഴിക്കുന്നുണ്ട്. 1000 ആനകളെ കൊണ്ട് ശരീരത്തിലൂടെ നടപ്പിക്കുന്നു. മൂക്കിലുള്ള രോമം പിഴുതെടുക്കാൻ ആനകളെ കൊണ്ടിരുന്നു. അവസാനം അത് പിഴുതെടുക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈ ഒടിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവസാനം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ കുടിക്കാനും ഒക്കെ ആയിട്ട് മദ്യം രക്തമൊക്കെ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കൈകാലും ഒക്കെ കഴുകിയപ്പോ പറഞ്ഞു, ഒന്ന് പോയി ജ്യേഷ്ഠനെ കാണണം എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ അവിടെ പോയപ്പോ പറഞ്ഞു, അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇങ്ങനെ നമ്മുടെ ശൂർപ്പണഖയെ ഒന്ന് അപമാനിച്ചുകൊണ്ട് ഞാൻ സീതയെ തട്ടിക്കൊണ്ട് വന്നു. ഇപ്പതേ ശ്രീരാമൻ സൈന്യമായിട്ട് സമുദ്രം കടന്നു വന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഈ വാനരന്മാർ ഒടുങ്ങുന്നില്ല, എണ്ണം കുറയുന്നില്ല. നമ്മുടെ സൈനികരാണെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലങ്കയിൽ വൃദ്ധരും കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ പൊട്ടിച്ചിരിക്കുകയാണ് കുംഭകർണൻ. ശരിക്കും പറഞ്ഞാൽ അതാണോ ചെയ്യേണ്ടത്? ജ്യേഷ്ഠ, ഞാൻ എന്തെങ്കിലും ചെയ്യാന്നല്ലേ പറയുക? പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ചിന്തിക്കുക, അങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ട്. അപ്പൊ പറഞ്ഞു, പണ്ട് മന്ത്രാലോചന സമയത്ത്, മന്ത്രാലോചന എന്ന് പറഞ്ഞാല് എന്താണ്? ഈ രാജ്യസഭ കൂടുന്നതാണ്. അന്ന് അങ്ങേക്ക് ഹിതകരമായ കാര്യങ്ങൾ ഞങ്ങൾ ഉപദേശിച്ചു തന്നു. അങ്ങ് പ്രിയമായിട്ടുള്ളത് സ്വീകരിച്ചു. ഇതാണ് ഹിതവും പ്രിയവും തമ്മിലുള്ള വ്യത്യാസം. ഹിതം എന്താണ്? നമുക്ക് നല്ലത്. പ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് പ്രിയമാണെന്നില്ല അല്ലെ? ചിലര് വളരെ ആഗ്രഹിച്ച് പ്രിയപ്പെട്ട് കല്യാണം കഴിക്കും. കുറെ കഴിയുമ്പോൾ തോന്നും കൊല്ലാപ്പ് വേണ്ടായിരുന്നു എന്ന് തോന്നും. അതായത് അത് നമുക്ക് ഹിതമല്ലായിരുന്നു, നമ്മുടെ പ്രിയം മാത്രം നമ്മൾ നോക്കി. അതുകൊണ്ട് ഭഗവാനോട് തന്നെ പോയി ചോദിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നമുക്ക് പ്രിയമായിട്ടുള്ളതാണ് ചോദിക്കുന്നത്, പക്ഷെ അത് നമുക്ക് ഹിതമാണോ എന്ന് ആർക്ക് മാത്രമേ അറിയൂ? ഭഗവാനെ അറിയൂ. അപ്പൊ അതുകൊണ്ട് അധികം ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇങ്ങോട്ടായിട്ട് വരുമ്പോ പിന്നെ നമുക്കറിയാലോ അത് നമുക്ക് ഹിതമാണ് അല്ലെ നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്നറിയാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അങ്ങക്ക് ഹിതകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു, അങ്ങ് പ്രിയമാണ് സ്വീകരിച്ചത്. അതും ഇത്രയേ ഉള്ളൂ, വിശദീകരിക്കേണ്ട. 2 പണ്ഡിതന്മാരാണ് നിൽക്കുന്നത്, ഒന്ന് കുംഭകർണനും രാവണനും. ഇത്രയും സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും. അടുത്ത ഒരു വരി കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പറയുമ്പോഴേക്കും നമുക്ക് സമയമാവും. പറഞ്ഞു, അങ്ങ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം വളരെ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നു. ഈ ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ശ്രദ്ധയും കൊടുക്കില്ല അല്ലെ? അങ്ങ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം ജ്യേഷ്ഠ അങ്ങേക്ക് ഹിതകരമായത് മന്ത്രാലോചന സമയത്ത് ഞങ്ങൾ ഉപദേശിച്ചു വന്നു. അങ്ങ് അത് നോക്കിയില്ല, അങ്ങ് പ്രിയമായിട്ടുള്ളത് എടുത്തു.
പിന്നെയോ അങ്ങ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം പെട്ടെന്ന് വന്നു. പെട്ടെന്ന് വന്നു എന്നേ നമ്മൾ വിചാരിക്കൂ. എന്നാൽ അങ്ങനെയല്ല, ഇതിന് ചില ഉള്ളുകളികളുണ്ട്. പക്ഷെ ഇവര് ബുദ്ധിമാന്മാരായതുകൊണ്ട് ക്ലൂ കൊടുത്താൽ മതി, മനസ്സിലാകും. അതായത് നമ്മൾ വിചാരിക്കും ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിലല്ലേ അനുഭവിക്കേണ്ടത് എന്ന്. പറ്റില്ല. അതിന്റെ സമയവും സന്ദർഭവും അനുസരിച്ചായിരിക്കും. ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കണം നിർബന്ധമില്ല. ഓരോ കർമ്മം ചെയ്താൽ അതിനൊരു ഫലമുണ്ട്. ആ ഫലം ഇനിയുള്ള കാലത്തിനും സന്ദർഭത്തിനും അനുകൂലമാണെങ്കിൽ മാത്രമേ പറ്റൂ. ഒരു ഉദാഹരണം പറയാം. ഒരാള് ഭാരതത്തിൽ ജനിക്കാൻ അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമാണ്. അദ്ദേഹം ജനിച്ചത് US-ലാണ്. ഭാരതത്തിൽ ജനിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കർമ്മവും മന്ത്രങ്ങളും ഒന്നും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമായിരുന്നു ഭാരതത്തിൽ ജനിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ധാരാളം നമ്മുടെ സംസ്കാരവും ഒക്കെ അനുസരിച്ച് ജീവിച്ചു മരിച്ചു ഈ ആഗ്രഹത്തോടു കൂടി. അപ്പൊ ഈ ആഗ്രഹം ഈ ജന്മത്തിൽ നടക്കുമോ? ഈ ആഗ്രഹം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ അടുത്ത ജന്മം ജനിക്കണം, അല്ലെ? അതുപോലെ ഭഗവാൻ ബാബ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഭഗവാൻ ബാബയുടെ അടുക്കല് ഒരമ്മയും 2 പെൺകുട്ടികളും എത്തി. ആ പെൺകുട്ടികൾ രണ്ടും അന്ധരായിരുന്നു. അപ്പൊ ബാബ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികൾ അന്ധരായതിന്റെ കാരണം ഈ പെൺകുട്ടികളുടെ അമ്മ കഴിഞ്ഞ ജന്മത്തിൽ രണ്ടാനമ്മയായി ഇരുന്നിട്ട് ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിന്റെ കണ്ണു പൊട്ടിച്ചു. ഈ വേദന ഈ അമ്മ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അമ്മയുടെ കുട്ടികളുടെ കണ്ണില്ലാതെയാണ്, എന്നാലേ അമ്മയ്ക്ക് ആ വേദന മനസ്സിലാവും. ഇത് കണ്ണു പൊട്ടിച്ചത് കുറച്ച് വയസ്സായപ്പോഴാണ്, ഇനി കുട്ടികളുണ്ടാകാൻ യോഗയില്ല. അപ്പൊ അത് അടുത്ത ജന്മമായാലേ പറ്റൂ. അപ്പൊ സമയവും കാലവും വരുമ്പോഴേ നമ്മൾ ഈ കർമ്മം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ പറയുകയാണ്, ഈ കർമ്മങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനോട് ചേർന്ന് നിൽക്കും. എന്നിട്ട് അടുത്ത ജന്മത്തിൽ ഈ സൂക്ഷ്മ ശരീരം മറ്റൊരു ശരീരം എടുക്കുമ്പോൾ അതിന് പറ്റിയ കാലം വരുമ്പോൾ ചെയ്യും. പക്ഷെ അതെപ്പോഴാണെന്ന് നമുക്ക് അറിയില്ല. അത് ഭഗവാന് മാത്രമേ അറിയൂ. അവിടെ 2 തരം ഫലങ്ങൾ പറയുന്നു: ദൃഷ്ടഫലം, അദൃഷ്ടഫലം. ദൃഷ്ടഫലം എന്ന് പറഞ്ഞാല് ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും. ഉദാഹരണത്തിന് നമ്മൾ കൃഷി ചെയ്തു. കൃഷി ചെയ്താൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഫലങ്ങൾ എടുത്ത് ഈ ജന്മത്തിൽ തന്നെ കഴിക്കും. ഏത് കർമ്മം ചെയ്താലും ഫലം ഉണ്ടല്ലോ. ചിലപ്പോൾ മരിച്ചു പോകും, എങ്കിലും പൊതുവായിട്ട്. അദൃഷ്ടഫലം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിലാണ് നമ്മൾ അനുഭവിക്കുക. പക്ഷേ ചില കർമ്മങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആ കർമ്മങ്ങള് ഇവിടെ ആചാര്യന്മാര് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്യുത്കടങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ എന്ന്. അത്യുത്കടങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ടുള്ള പാപങ്ങൾ ചെയ്താൽ 3 വർഷത്തിനുള്ളിൽ ഫലം കിട്ടും. നമ്മൾ കൊടുത്താൽ കൊല്ലത്തിന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? 10 കടങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ 3 വർഷത്തിനുള്ളിൽ ഫലം കിട്ടും. ഇനി അതിലും പാപം കൂടുതലാണെങ്കിലോ 3 മാസത്തിനുള്ളിൽ ഫലം കിട്ടുന്നതാണ് പറയുക ശാസ്ത്രത്തില്. അപ്പൊ 3 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി? 90 ദിവസം. അതിലും തീവ്രമായിട്ടുള്ള പാപമാണെങ്കിൽ 3 പക്ഷത്തിനുള്ളിൽ ഫലം കിട്ടും. ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം, 3 പക്ഷം എന്ന് പറഞ്ഞാല് 45 ദിവസം. അപ്പൊ നേരത്തെ 90 ആയിരുന്നു, പകുതി 45 ദിവസം. വീണ്ടും പറയുകയാണ്, വീണ്ടും ഘോരമായിട്ടുള്ള പാപമാണ് ചെയ്തതെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും. അപ്പൊ ഇവിടെ കുംഭകർണൻ എന്തുകൊണ്ടാ പറഞ്ഞത്? അങ്ങ് ചെയ്ത കർമ്മത്തിനുള്ള ഫലം വളരെ വേഗത്തിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചേട്ടൻ അത്ര ഘോരമായിട്ടുള്ള പാപമാണ് ചെയ്തത് എന്നാണ്. പക്ഷെ നമ്മൾ വിശദീകരിച്ച പോലെ 10 മിനിറ്റ് വിശദീകരിക്കണ്ട. പണ്ഡിതന്മാരായതുകൊണ്ട് ഇത്രയും പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ ഇത്ര മാത്രം ഉപദേശങ്ങൾ കൊടുത്തിട്ടും രാവണന്റെ മനസ്സ് മാറുന്നില്ല. കാരണം എന്താണ്? രാവണന്റെ പഠിപ്പ് ആവശ്യമുള്ള സമയത്ത് അവനോട് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അതായത് ഇതെല്ലാം ഉപദേശിച്ച് കഴിയുമ്പോ വലിയ രാജ്യതന്ത്രമാണ് കുംഭകർണൻ ഇവിടെ ഉപദേശിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഭാഗമാണ്. ഇതെല്ലാം ഉപദേശിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ പത്നിയും എന്റെ സഹോദരനും അങ്ങേക്ക് ഹിതോപദേശിച്ചു, മണ്ഡോദരിയും വിഭീഷണും. അങ്ങ് കേട്ടില്ല. ഞങ്ങളിത് പറയാൻ കാരണം എന്താണ്? പണ്ട് ഞാനൊരിക്കൽ നരനാരായണ ആശ്രമത്തിൽ പോയപ്പോൾ നാരദ മഹർഷിയെ കണ്ടുമുട്ടി. അന്ന് നാരദ മഹർഷി എന്നോടൊരു കാര്യം പറഞ്ഞു.
എന്താണ്? ദേവന്മാരെല്ലാം രാവണന്റെ പ്രവൃത്തിയിൽ വീർപ്പ് പൊട്ടി ബ്രഹ്മദേവനെ കണ്ടു, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ കണ്ടു. മഹാവിഷ്ണു പറഞ്ഞു, ഈ രാവണന്റെ ശല്യം തീർക്കണമെങ്കിൽ മനുഷ്യന് മാത്രമേ പറ്റൂ, മനുഷ്യനായിട്ട് അവതരിക്കണം. ഞാൻ ദശരഥപുത്രനായി അവതരിച്ച് രാവണനെ വധിക്കുന്നു. ഇത് കുംഭകർണൻ നാരദന്റെ മഹർഷിയിൽ നിന്നും കേട്ടതാണ്. ഇത് വിശ്വസിക്കണമെങ്കിൽ അസുരനായിട്ടുള്ള കുംഭകർണൻ ഒരു ഋഷിവാക്യത്തിൽ എത്ര ശ്രദ്ധയുണ്ടെന്ന് ആലോചിക്കുക, അതിൽ എത്ര വിശ്വാസമുണ്ടെന്ന് ആലോചിക്കുക. എന്നിട്ട് കുംഭകർണൻ പറയുകയാണ്, അതുകൊണ്ട് ജ്യേഷ്ഠ, രാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന് ആയിരക്കണക്കിന് അവതാരങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ്, പരബ്രഹ്മമാണ്. രാമൻ ഭക്തി കൊണ്ട് മാത്രമേ തൃപ്തനാകൂ. അതുകൊണ്ടാണ് സീതയെ രാമന് തിരികെ കൊടുത്ത് ആ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിക്കാനായി അന്ന് ഞങ്ങൾ മന്ത്രാലോചന സമയത്ത് അങ്ങേ ഉപദേശിച്ചത്. പക്ഷെ അങ്ങ് ഞങ്ങൾ ഹിതകരമായ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടില്ല, പ്രിയം കേട്ടു എന്നെല്ലാം പറഞ്ഞു വളരെ വലിയ ഉപദേശം കൊടുക്കുമ്പോൾ രാവണൻ പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? രാവണന് ഇഷ്ടമാകുന്ന സ്ഥലത്ത് രാവണന് വേണ്ട സമയത്ത് മാത്രം ശാസ്ത്ര തത്വങ്ങൾ എടുത്ത് ഉപയോഗിക്കും, ബാക്കിയുള്ളിടത്തില്ല. അപ്പൊ രാവണ പറയാണ്, നിനക്കറിയില്ലേ, ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആൾക്ക് ആചാര്യന്റെ സ്ഥാനമാണുള്ളത്. എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണ്? ഞാൻ ആചാര്യനാണ്, ആ ആചാര്യനെയാണ് നീ ഇവിടെ വന്ന് ഉപദേശിക്കുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ നീ ധാരാളം യുദ്ധം ചെയ്തിട്ടുണ്ട്, എന്നെ ഈ സമയത്ത് സഹായിക്കുക. അപ്പോൾ രാവണൻ പറഞ്ഞു, ശരി, അങ്ങയോടുള്ള സ്നേഹ നിമിത്തം മാത്രം ഞാൻ അങ്ങേ സഹായിക്കാം. അപ്പോൾ മനസ്സിൽ ചിന്തിക്കും, വിഭീഷണൻ ചെയ്തത് ശരിയാണോ എന്ന്. വിഭീഷണൻ ചെയ്തത് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ധൈര്യം വേണം. കാരണം എവിടെയാണോ ഈശ്വരനുള്ളത് അവിടെയാണ് ധർമ്മം, അവിടെയാണ് ശരി. വിഭീഷണൻ തിരിച്ചു വരുമോ ഉറപ്പില്ലാതെ തന്റെ കുടുംബവും ഭാര്യയും മക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. എന്തിന്? ഇങ്ങനെ പോരണമെങ്കിൽ ധൈര്യം വരണം. തിരിച്ചു വരുമോ അറിയില്ല. എവിടെയാണെങ്കിലും ഈശ്വരൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ധർമ്മം. ഈ വിഭീഷണൻ ജീവിച്ചിരുന്നില്ലെങ്കിലോ ആര് പിന്നെ ഉണ്ട് ലങ്ക ഭരിക്കാൻ, അല്ലേ? അപ്പൊ അതുകൊണ്ട് വിഭീഷണന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ കുംഭകർണനേക്കാളും ധൈര്യം വേണം. ഇങ്ങനെ നമ്മൾ രാമായണം ആഴത്തിൽ പഠിച്ചാല്, പ്രത്യേകിച്ച് ഉത്തരകാണ്ഡം കൂടി നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ, നമ്മള് എന്താ പറയാ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാകാത്ത പല ആശയങ്ങൾക്കും തെളിച്ചമുണ്ടാകും. അങ്ങനെ ആ രാമായണം നമ്മളുടെ നെഞ്ചിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അതിനായി ആ ശ്രീരാമചന്ദ്ര സ്വാമിയും ഹനുമാൻ സ്വാമിയും സീതാദേവിയും എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.